ഹായ് ഓക്കെ, നിങ്ങൾ ഈ ഷാപ്പിലും സീ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മീൻകറി കഴിച്ചിട്ടുണ്ടോ? നല്ല സ്പൈസി ആയിട്ടുള്ള മുളകിട്ട മീൻകറി. ഈ മീൻകറിയുടെ രുചിയൊന്നും ഇപ്പോൾ കിട്ടാറില്ല അല്ലേ? അപ്പോൾ ഈ മീൻകറി എന്ന് പറയുന്നത് നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ പണ്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന അതേ മുളകിട്ട മീൻകറി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് രീതികളിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ പക്ഷേ നമ്മുടെ രുചിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഈ മീൻകറി എൻ്റെ മുത്തശ്ശിയൊക്കെ പണ്ടെനിക്ക് ഉണ്ടാക്കി തന്ന അതേ രുചിയിലും രീതിയിലും അവർ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സും എല്ലാം ആഡ് ചെയ്തിട്ട് അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. സോ ഞാനതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണുക. അതിൽ ഞാൻ കുറേ ടിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ അതേ രുചിയിലോട്ട് നമുക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഈസി ആയിട്ട് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ മോതയാണ്. നിങ്ങൾക്ക് കറിക്ക് ഉപയോഗിക്കുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആദ്യം എടുക്കുന്നത് കുറച്ച് കൊച്ചുള്ളി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ബ്ലെൻഡറിലിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്, കുറച്ച് ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്, ഇതുപോലെ കുറച്ച് വറ്റൽ മുളകും എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ്, ഒരു തക്കാളി ഞാനൊരു ജാറിലിട്ട് വെള്ളമില്ലാതെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ കറി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ മീൻ കറിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുടംപുളി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പൊ ചെയ്യുന്നത് കറി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ കുടംപുളി ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനൊരു 2 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 4 കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 കുടംപുളി എടുക്കാൻ കാരണം 1/2 കിലോ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ 1 കിലോ ആണെങ്കിൽ 2 കുടംപുളി കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു 20 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഈ കുടംപുളിയുടെ എസൻസ് ഫുള്ള് ഈ വെള്ളത്തിലോട്ട് നമുക്ക് പിടിച്ചു കിട്ടുക. അപ്പൊ ഞാനിവിടെ ഒരു നല്ല മൺചട്ടി എടുത്ത് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മൺചട്ടിയാണ്. ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്കും സ്റ്റീലും ഒക്കെയാണ്. പക്ഷെ മൺചട്ടി എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത ഭയങ്കര പതുക്കെ ചൂടായിട്ട്, പക്ഷെ ആ ചൂട് കുറേ നേരം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മീൻകറി എപ്പോഴും ഈ ചൂടോടെ നിന്നത് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. മൺചട്ടി എടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ ഞാൻ അതിലോട്ട് 1 ടീസ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലോട്ട് ഒരു 5-6 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കരിയാതെ നോക്കണം. അപ്പം തന്നെ ഞാൻ ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെക്കുന്നുണ്ട്. ഇനി ഈ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാള നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല. സവാളയ്ക്ക് ഒരു മധുരം ഉള്ളതുകൊണ്ട് മീൻകറിക്ക് എപ്പോഴും ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ മാത്രം മതി. ഫിഷ് മസാലയോ നമുക്ക് കടയിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ മീൻ കറി അടിപൊളിയായിട്ട് വരും. അപ്പൊ ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീൻ കഴുകി മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ അളവും കൂടെ കണക്കാക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് കല്ലുപ്പാണ്. ഞാൻ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇൻ കേസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെച്ചതിന് ശേഷം വേണമെങ്കിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ എപ്പോഴും അളവ് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഉപ്പിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിരുന്ന എണ്ണയൊക്കെ ഇതിലോട്ടൊന്ന് തെളിഞ്ഞു വരും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടംപുളി തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഈ കുടംപുളിയോട് കൂടിയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആ നമ്മൾ തിളപ്പിച്ച 2 കപ്പ് വെള്ളം ഏകദേശം വറ്റി 1-1.5 കപ്പ് ആയിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ല രീതിക്ക് തിളച്ച് വരും. ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി 1 മിനിറ്റ് ഒന്ന് തുറന്നു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഒരു മീഡിയം തിള വരുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും തന്നെ മീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും.
അപ്പോൾ 10 മിനിറ്റ് കുക്കിങ്ങിന് ശേഷം മൂടി തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻകറി നല്ല രീതിക്ക് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മൺചട്ടിയിലായതുകൊണ്ട് ഇനിയും ഒരു 5 മിനിറ്റോളം ഇതിന് തിളച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. നമ്മൾ എല്ലാം കറി വെച്ചതിന് ശേഷം ഒരു പൊടിക്ക് ഉലുവപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉലുവ പൊടിച്ചതും കൂടെ ഇതിന്റെ മേലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരും. ശരിക്കും മീൻകറി വെച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മീൻകറി വിളമ്പുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഇതിൽ മീനിൽ മസാലയും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുക. അതേപോലെ തന്നെ ഈ മീൻകറി ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം രാവിലെ നല്ല പഴങ്കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കിട്ടില്ല ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ഞാനിവിടെ ചോറിന്റെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിന്റെ കൂടെ അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പഴയകാല രുചിയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത ഇതേപോലെയുള്ള കിടിലൻ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.